LED TV പൊട്ടിത്തെറിക്കോ പറയാൻ പറ്റില്ലല്ലേ. ഇപ്പോൾ LED TV പൊട്ടിത്തെറിച്ച വാർത്ത കുറേ ദിവസമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും മറ്റ് യൂട്യൂബിലൊക്കെ ന്യൂസിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ 4-ാം തീയതി ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് LED TV പൊട്ടിത്തെറിച്ചിട്ട് ഒരു കുട്ടി മരിക്കുന്നുണ്ടായി. അങ്ങനെയാണ് വാർത്ത. അതുകൂടാതെ ആ കൂട്ടത്തിലുള്ള 2 കുട്ടികൾക്ക് പരിക്കും. ആ വീടിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് പൊളിഞ്ഞും പോയി. അപ്പോൾ ഇനിയിപ്പോൾ മറ്റേ യുദ്ധവും മറ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ TV കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ വെച്ച് പൊട്ടിക്കുക. നല്ല സ്ട്രോങ് സാധനമാണ് ഇപ്പോൾ TV എന്നാണ് ആളുകളെ ധാരണ. ആ സ്ഥലത്തുള്ള UP അങ്ങനത്തെ ടീമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അങ്ങനെ വിശ്വസിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ശരിക്കും LED TV ആയിരിക്കുമോ പൊട്ടിത്തെറിച്ചത്? അപ്പോൾ അത് പലരും എന്നെ വിളിച്ച് സംശയം ചോദിക്കണ്ടായി. എൻ്റെ വീട്ടിലും TV ഉണ്ട്, ഇനിയിപ്പോൾ പൊട്ടിത്തെറിക്കോ ആ ഏരിയയിൽ നിന്ന് മാറിയിരിക്കണോ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സേഫ്റ്റി എന്താ ചെയ്യേണ്ടത്? കോമഡി ആയിപ്പോയി. അങ്ങനെ തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ TV പൊട്ടിത്തെറിക്കോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് അലക്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LED TVയിൽ നമുക്ക് നിങ്ങൾ ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുക. ഈ കാണുന്ന ഈ ചെറിയൊരു ബോർഡാണ് ഇത്രയും വലിയ 42 ഇഞ്ച് TV. ഇത് 42 ഇഞ്ചാണ് ഇതിലുള്ളത്. ഇതിനകത്ത് നമുക്കിവിടെ ഒരു ചെറിയ കപ്പാസിറ്റർ കാണാം. നമ്മളിവിടെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ചെറിയ കപ്പാസിറ്റർ കാണാം. അപ്പോൾ ആ കപ്പാസിറ്റർ പൊട്ടിയാലും എത്രത്തോളം പരിക്കുണ്ടാവും നമുക്കറിയില്ലേ. എത്രത്തോളം ഒരു കപ്പാസിറ്റർ പൊട്ടിയാലുള്ള സൗണ്ട് ഉണ്ടാവും, എത്രത്തോളം പരിക്കുണ്ടാവും എന്നുള്ള തന്നെ നമുക്ക് സംശയമാണ്. നമ്മൾ അതിൻ്റെ മുഖത്ത് അതിൻ്റെ നേരെ നിന്നിട്ട് ആ മുഖത്തേക്ക് അടിച്ച് കയറിയാൽ മാത്രമേ വല്ല പരിക്കും വരാൻ സാധ്യതയുള്ളൂ. ഞാനത് വല്ല താഴത്ത് വെക്കട്ടെ. ഇത് അവിടെ നിന്ന് പൊട്ടിത്തെറിക്കാൻ ഞാൻ മതി. അപ്പോൾ ഒരു LED TV പൊട്ടിത്തെറിച്ച് ആൾ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ വീട്ടിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന CRT TV പിക്ചർ ട്യൂബുള്ള ടൈപ്പ് അത് പൊട്ടിത്തെറിച്ചാൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യും? അങ്ങനെ LED TV പൊട്ടിത്തെറിച്ച് ഇത്രയും എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ CRT TV പൊട്ടിത്തെറിച്ച് എങ്ങനെ ഇരിക്കും? കാരണം അതിനകത്ത് ഒരു കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതായത് ഒരു ഗ്യാസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നുണ്ട്. അത് പൊട്ടുമ്പോൾ അത്യാവശ്യം നല്ല തരം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് പുകയും പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. LED TVയിൽ ആ കപ്പാസിറ്ററാണ് പൊട്ടാൻ സാധ്യത. അല്ലാതെ അതിൻ്റെ ഡിസ്പ്ലേയോ അതിൻ്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും സാധനമോ പൊട്ടിത്തെറിക്കാനില്ല. ഒരു സാധനം പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു എനർജി ഏത് തരത്തിലുള്ളതായാലും അത് ഒരുപാട് കണ്ടെയ്ൻ ചെയ്ത് നിന്നിട്ട് അത് ഒറ്റയടിക്ക് റിലീസ് ചെയ്യുമ്പോഴാണ് പൊട്ടിത്തെറിക്കുക, സ്ഫോടനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അത് LED TVയിൽ അങ്ങനെ എന്താണ് ഇപ്പോൾ അവിടെ സ്റ്റോറായി നിന്നിട്ട് പൊട്ടിയതെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, എനിക്ക് ചിന്തിക്കാൻ കഴിയാത്തത്. എൻ്റെ ഒന്നും ബുദ്ധിയിൽ അങ്ങനെ ഒരു ഐഡിയ പോലും, മനസ്സിലൊരു സംശയം പോലും വരുന്നില്ല. LED TV പൊട്ടിയോ? അങ്ങനെ ഒരു സംശയം നമുക്ക് വരില്ലേ? എങ്ങനെയായിരിക്കും പൊട്ടിയത്? അങ്ങനെ തോന്നാനുള്ള സംശയം പോലും നമുക്ക് വരില്ല. കാരണം അത് ശുദ്ധ മണ്ടത്തരമാണ് ആ LED TV പൊട്ടിത്തെറിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ LED TV എന്നല്ല, ഒരു കപ്പാസിറ്ററും പൊട്ടിത്തെറിച്ചാൽ അത്ര പരിക്ക് വരില്ല. LED TVയിൽ പൊട്ടിത്തെറിക്കാൻ കപ്പാസിറ്ററേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചാലും അത്രയും വലിയ പരിക്ക് വരില്ല. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു വളരെ വലിയ കപ്പാസിറ്റർ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 10,000 മൈക്രോഫാരഡ് 100 വോൾട്ട് കപ്പാസിറ്ററാണ്. ഇത് ഇവിടെ ഒരു വെൻ്റുള്ള ടൈപ്പാണ്. കപ്പാസിറ്ററിന് ഈ ഭാഗത്ത് വെൻ്റ് ഉണ്ടാവും, വലിയ കപ്പാസിറ്ററിന്. മറ്റേ കപ്പാസിറ്ററുകൾക്ക് ഇവിടെ ഒരു ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്ഥലവും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടി അത് ലീക്ക് ചെയ്തിട്ട് പൊട്ടിത്തെറി ഒഴിവാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ടൈപ്പ് കപ്പാസിറ്ററുകൾ പൊട്ടിത്തെറിക്കാറുണ്ട്. അത് റിവേഴ്സ് പോളാരിറ്റി, ഓവർ വോൾട്ടേജ് അതൊക്കെ വന്നാൽ പൊട്ടിത്തെറിക്കും. പക്ഷേ ആ വീട്ടിലെ ഓവർ വോൾട്ടേജ് വന്നിട്ടാണ് ഇത് പൊട്ടിത്തെറിച്ചെങ്കിൽ ആ വീട്ടിലെ ബാക്കി എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും കത്തിപ്പോണം. അപ്പോൾ അവിടെ അതുമല്ല കാരണം. എൻ്റെ സംശയം മറ്റെന്തോ തരം ഒരു പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അത് ആ TVയുടെ അടുത്തുനിന്ന് പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഈ എഫക്റ്റ് ഉണ്ടായത്. അത് TV പൊട്ടിത്തെറിച്ചു എന്ന് NDTV പോലെയുള്ള ഒരു മാസ് മീഡിയയിൽ ഒക്കെ വരിക എന്ന് പറയുമ്പോൾ അവർ 1% പോലും ചിന്തിക്കാതെ എന്തെങ്കിലും വിളിച്ച് പറയുക, അങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. 1% പോലും അതിനെപ്പറ്റി ചിന്തിക്കുക, ഒരാളോട് അതിനെപ്പറ്റി വിളിച്ച് അന്വേഷിക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ അങ്ങോട്ട് വിളിച്ച് പറയുക LED TV പൊട്ടിത്തെറിച്ചു. വിവരക്കേട് എന്ന് ഞാൻ ഒരു കാര്യത്തിലും പറയാത്തതാണ്, പക്ഷെ അത് ശുദ്ധ വിവരക്കേടാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? മറ്റൊരു പോസ്റ്റ് നമ്മളെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടുണ്ടായി. അത് ചിലപ്പോൾ സാധ്യതയുള്ള കാര്യമാണ്. അതിനകത്ത് കണ്ടത് എന്താ വെച്ചാൽ നമ്മളെ അജിത് കളമശ്ശേരി എന്ന ആൾ നമ്മളെ ഫേസ്ബുക്ക് ഇലക്ട്രോണിക്സ് മലയാളം എന്ന ഒരു പേജിൽ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. പാറമടകളിൽ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം ഡെറ്റോണേറ്റർ, ഇലക്ട്രോണിക് ഡെറ്റോണേറ്റർ ഇലക്ട്രിക് തോട്ട എന്ന് പറയുന്ന ചിത്രത്തിൽ ബോക്സിൽ അദ്ദേഹം ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കണ്ടാൽ അല്പം നീളമുള്ള കപ്പാസിറ്റർ പോലെയോ സോൾഡറിങ് എലമെൻറ്റ് പോലെയോ തോന്നും. അതിൽ നിന്നും കപ്പാസിറ്ററുകൾ പോലെയുള്ള 2 ലീഡ് വയറുകൾ ഉണ്ടാവും. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിനായി കരിങ്കൽ പാറകൾ പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് തോട്ടകൾ.
അപ്പോൾ ആ സംഭവം ആ കുട്ടികൾക്ക് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തിനോ അവിടെ പോയപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോൾ കൊണ്ടുവന്നിട്ട് ആ വയറ് പ്ലഗ് കുത്തിയപ്പോൾ അത് പൊട്ടിത്തെറിക്കുക. ആ പൊട്ടിത്തെറിക്കുമ്പോൾ പാറ പൊട്ടിക്കാനുള്ള ശേഷി ഉണ്ടല്ലോ. അപ്പോൾ ആ കാരണം കൊണ്ടായിരിക്കാം മതിൽ പൊളിഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ്, അതൊരു സത്യമാണ്. അങ്ങനെ ഒരു സാധനം അവർക്ക് കിട്ടി, അത് ആ പ്ലഗിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ആ ടി വിയുടെ അടുത്തുള്ള ഏതെങ്കിലും എക്സ്റ്റൻഷൻ കോഡോ അങ്ങനെ ഏതോ ഒരു പ്ലഗിൽ കുത്തിയപ്പോൾ ആയിരിക്കാം ഈ കൈക്കും വയറിനും മറ്റു ഭാഗങ്ങളിലൊക്കെ പരിക്ക് പറ്റിയത്. അപ്പോൾ ഒന്നായിട്ട് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഒന്നായിട്ട് ചീറ്റി മുഖത്തേക്കൊക്കെ വന്ന് നല്ല രീതിയിൽ പരിക്കുണ്ടാകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. സത്യത്തിൽ ഈ പറഞ്ഞ ആ ഒരു പോസ്റ്റിനോട് മാത്രമേ എനിക്ക് യോജിപ്പുള്ളൂ. മറ്റേ LED TV പൊട്ടി തെറിച്ച് ആൾ ഇങ്ങനെ ബുദ്ധിമുട്ടായി പരിക്ക് പറ്റി എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. ആ വീടൊക്കെ പൊളിഞ്ഞത് കാണുമ്പോൾ സത്യത്തിൽ കോമഡി പോലെയാണ് തോന്നുന്നത്. ഒരു ദുരന്തമാണ് സംഭവിച്ചെങ്കിലും അതൊരു കോമഡി പോലെ ആയിട്ട് അവതരിപ്പിക്കുകയാണ് ഇത് നമ്മളെ മാസ് മീഡിയകൾ. ഈ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെച്ചിട്ട് ആരും ടി വിയെ കാണാതിരിക്കുക. LED TV ഏത് ടി വി ആയാലും ശരി, അതിലൊന്നും പൊട്ടിത്തെറിക്കാനില്ല. പൊട്ടിത്തെറിച്ചാലും ആ കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചാലും ഇതിൻ്റെ 4 അംശം വലിപ്പമുള്ള ചെറിയ കപ്പാസിറ്ററുകളാണ് അതിനുള്ളത്. അത് പൊട്ടിത്തെറിച്ചാൽ ടപ്പയെന്ന് പറഞ്ഞൊരു സൗണ്ടേ ഉണ്ടാവുള്ളൂ. നമ്മളെ വിഷുവിനൊക്കെ പൊട്ടിക്കുന്ന ആ ഗുണ്ട് പൊട്ടിച്ചാൽ പോലും ചുമരൊന്നും പൊളിയില്ല. നല്ല സ്ട്രോങ് സാധനം പൊട്ടിയാൽ മാത്രമേ ചുമര് പൊളിയുള്ളൂ. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ആരും വെക്കാതിരിക്കുക. അങ്ങനെ ചോദിക്കുന്നവർക്കുള്ള ആ ഒരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.